ഒരു ഗ്രാമത്തിൽ സുന്ദരിയായ ഒരു പെൺകുട്ടി ജീവിച്ചിരുന്നു. മായ എന്നായിരുന്നു അവളുടെ പേര്. അവൾക്ക് സാഹസികമായ കാര്യങ്ങൾ ചെയ്യാൻ വളരെ ഇഷ്ടമായിരുന്നു. ഒരിക്കൽ അവൾ അവളുടെ വീടിന്റെ പുറകുവശത്തിലൂടെ നടക്കുകയായിരുന്നു. അപ്പോഴാണ് പുറകുവശത്തുള്ള വേസ്റ്റ് ഒക്കെ വെക്കുന്ന റൂം കണ്ടത്. പൊതുവെ അവൾ ആ റൂമിലേക്ക് പോകാത്തതാണ്. പക്ഷെ അന്ന് അവൾ വെറുതെ ഒന്ന് കയറി നോക്കി. അപ്പോഴാണ് അവൾ മേശപ്പുറത്ത് ഇരിക്കുന്ന ഒരു പഴയ മാപ്പ് കണ്ടത്. അവൾ അത് ആകാംക്ഷയുടെ എന്താണെന്ന് നോക്കി. അതൊരു നിധിയുടെ മാപ്പ് ആയിരുന്നു. അവൾ മനസ്സിൽ അപ്പോൾ ഉറപ്പിച്ചു, എന്തായാലും നാളെ നിധി തേടി പോവണം. അഥവാ ഇത് ശരിക്കുള്ള ഒരു ട്രഷർ മാപ്പ് ആണെങ്കിലോ. പിറ്റേന്ന് രാവിലെ അവൾ നിധി വേട്ടയ്ക്ക് ഇറങ്ങി. അവൾക്ക് ആവശ്യമായ സാധനങ്ങൾക്ക് അവൾ ഒരു ബാഗിൽ എടുത്തു. അപ്പോഴാണ് അവൾക്ക് ഓർമ്മ വന്നത് മാപ്പ് എടുക്കാൻ മറന്നുപോയി എന്നത്. അവൾ തിരിച്ചുപോയി മാപ്പ് എടുത്തു നിധി വേട്ടയ്ക്ക് ഇറങ്ങി. മായ വളരെ സന്തോഷവതിയാണ്. നിധിയുടെ അടുത്തെത്താൻ അരുവിയും മലകളും കാടുകളും ഒക്കെ കടന്നു പോകണം. ദേ കാണുന്നു ഒരു വലിയ കുന്ന്. ആ കുന്നിന് അപ്പുറത്തുള്ള ഭാഗത്താണ് നിധി ഉള്ളത്. അങ്ങനെ അവൾ നടന്നു നടന്ന് നല്ല ഭംഗിയുള്ള തെളിഞ്ഞ നീലവെള്ളമുള്ള അരുവിയുടെ അടുത്തെത്തി. അവിടെ മനോഹരമായി ഒരു വെള്ളച്ചാട്ടമുണ്ട്. ആ അരുവി കടന്നു വേണം മല കയറാൻ. അരുവിയിൽ അധികം വെള്ളമില്ലാത്തതിനാൽ മായക്ക് സുഖമായി അരുവി കടക്കാൻ സാധിച്ചു. അങ്ങനെ അവൾ മനോഹരമായ മല കയറാൻ തുടങ്ങി. അവൾ നടക്കുന്ന വഴികളിൽ ഇരുവശത്തും നല്ല ഭംഗിയുള്ള പൂക്കളും ചെടികളും വലിയ മരങ്ങളുമുണ്ട്. അവൾ അതെല്ലാം ആസ്വദിച്ച് മുമ്പിലോട്ട് നടന്നു. മല കയറുമ്പോൾ താഴെയുള്ള വെള്ളച്ചാട്ടം കാണാൻ സാധിക്കുന്നുണ്ട്. അവൾ കുറച്ചുനേരം മലമുകളിൽ നിന്ന് വെള്ളച്ചാട്ടത്തിന് ഭംഗി നോക്കി നിന്നു. പിന്നെ വീണ്ടും മല കയറാൻ തുടങ്ങുന്നു. അവസാനം അവൾ മലയുടെ മുകളിൽ എത്തി. അവിടെ വലിയൊരു കാടാണ്. നല്ല ഭംഗിയുള്ള പൂക്കളും വൻമരങ്ങളും ചെടികളുമുള്ള നല്ല ഭംഗിയുള്ള ഒരു കാടാണ് അത്. അങ്ങനെ അവൾ മലമുകളിലുള്ള കാട്ടിലൂടെ കുറെ നേരം നടന്നു. നടന്ന് നടന്ന് അവൾ അവസാനം അങ്ങ് ദൂരെ ഒരു പഴയ ഭീമൻ കെട്ടിടം കണ്ടു. മായ കെട്ടിടത്തിന് അടുത്തേക്ക് പോയി. ആ കെട്ടിടത്തിന്റെ ഉള്ളിലെത്താൻ ഒരുപാട് സ്റ്റെപ്പുകൾ കയറണം. അവൾ ആ പടികളെല്ലാം കയറി ആ കെട്ടിടത്തിനുള്ളിൽ എത്തി. അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് അത് വെറുമൊരു കവാടം മാത്രമായിരുന്നു. അവൾ മാപ്പ് എടുത്ത് നിധിയുടെ ദിശ നോക്കി. നിധിയുടെ അടുത്ത് എത്താൻ ഇനിയും പോവാനുണ്ട്. അങ്ങനെ അവൾ കുറച്ചു ദൂരം നടന്ന് വേറൊരു പഴയ കെട്ടിടവും കൂടി കണ്ടു. അവൾ ആ കെട്ടിടം ലക്ഷ്യമാക്കി നടന്നു. ആ കെട്ടിടവും വെറുമൊരു കവാടം മാത്രമായിരുന്നു. ആ കവാടം കഴിഞ്ഞിട്ട് കാടിന് നടുവിൽ നല്ല ഭംഗിയുള്ള ഒരു പഴയ കൊട്ടാരം അവൾ കണ്ടു. അവൾ ആ കൊട്ടാരം ലക്ഷ്യമാക്കി നടന്നു. ആ കൊട്ടാരത്തിന് പിന്നെയും 3 കവാടങ്ങൾ ഉണ്ടായിരുന്നു. അവൾ ആ കവാടം എല്ലാം തുറന്ന് കൊട്ടാരത്തിന്റെ ഉള്ളിൽ എത്തി. അവിടെ പണ്ടത്തെ രാജപ്രൗഢിയോട് കൂടിയുള്ള പഴയകാലത്തെ രാജാക്കന്മാരുടെ ഫോട്ടോകളും മറ്റു വിലപിടിപ്പുള്ള സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അവൾ അതെല്ലാം വളരെ സന്തോഷത്തോടു കൂടി നോക്കി കണ്ടു. അവൾ കൊട്ടാരം ചുറ്റി കണ്ടിരിക്കുമ്പോഴാണ് അവൾ ഒരു സ്വർണ്ണ വാതിൽ കണ്ടു. അവൾ ആ വാതിൽ ഒന്ന് തൊട്ടപ്പോൾ തന്നെ വാതിൽ സ്വയം തുറന്നു. അവൾ അതിശയിച്ചുപോയി. കാരണം അതൊരു നിധി കൂമ്പാരമായിരുന്നു. ആദ്യം അവൾ സ്വർണ്ണ നാണയം എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അവൾക്ക് തോന്നി ഇത് ഈ കൊട്ടാരത്തിന് അവകാശപ്പെട്ടതാണ്. അത് എടുക്കാൻ പാടില്ല. യഥാർത്ഥ നിധി എന്റെ ഈ യാത്രയാണ് എന്ന് അവൾ സ്വയം പറഞ്ഞു. യഥാർത്ഥ നിധി എന്റെ ഈ യാത്രയാണ് എന്ന് അവൾ സ്വയം പറഞ്ഞു. എന്നിട്ട് അവൾ ആ നിധി കൊട്ടാരത്തിൽ തന്നെ വെച്ചു. അവൾ തിരിച്ചു വീട്ടിലേക്ക് പോയി. ആ യാത്രയിൽ മായ എല്ലായ്പ്പോഴും വളരെ സന്തോഷവതിയായിരുന്നു. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ദയവുചെയ്ത് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ചെയ്യുമല്ലോ.